അതിനേക്കാൾ ഭയങ്കരം ദുർവഹമായ ഉഷ്ണക്കാറ്റ്. പിന്നെയും കൊണ്ട് ഇന്നിവിടെ ഒരു കുന്ന് കിടക്കുന്നത് നാളെ അവിടെ ഇല്ല. ആ കൂമ്പാരം കാറ്റടിച്ചു കൊണ്ടുപോയി മണൽ കൂമ്പാരം വേറൊരിടത്ത്. ഇങ്ങനെ മറ്റൊന്ന് ഇതിന്റെ അതിർത്തി എവിടെയാ? ചക്രവാളം എങ്ങോട്ടാ പോകുന്നത് ഒരു വഴിയും നിശ്ചയമില്ല. ഇപ്പോഴ് മരുഭൂമിയിലൊക്കെ അടയാളമുണ്ട്, വഴി കാണിക്കുവാൻ, എങ്ങോട്ട് ദിശ ലക്ഷ്യമാക്കുവാൻ. അന്ന് അതൊന്നുമില്ല. എങ്ങോട്ട് പോകുന്നു എന്ന് നിശ്ചയമില്ല. സൂര്യനെ നോക്കിയാൽ തെക്കോ പടിഞ്ഞാറോ വടക്കോ കണ്ടെത്താം എന്ന് മാത്രം. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ നാം വായിക്കുന്നത്. 4ഉം 5ഉം വാക്യങ്ങളിൽ നാം വായിച്ചു കേട്ടത്, അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു. പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല. വിശന്നും ദാഹിച്ചും ഇരുന്നു. ഈ മരുഭൂമിയിലെ അവസ്ഥയെ പറ്റി 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, ലക്ഷ്യമില്ലാതെ ഉഴലുന്ന അവസ്ഥയാണ്. എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാരണം ദിശയെപ്പറ്റി ഒരു ബോധ്യം വരുവാൻ യാതൊരു മാർഗവുമില്ല. ഈ വിധത്തിൽ ജീവിതത്തിൽ കടന്നു പോകുന്നവരുണ്ട്. തങ്ങളുടെ ജീവിതത്തെ പറ്റി ഒരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ പോകുന്നു, കടന്നു പോകുന്നു എന്ന് മാത്രം. ഞാൻ പലപ്പോഴും ഓർക്കാറുള്ള ഒരു സംഭവമുണ്ട്. ഡൽഹിക്കാരൻ ഒരു ചെമ്മാച്ചൻ, അദ്ദേഹം ഇപ്പോഴ് കാനഡയില്ല, എൻ്റെ കൂടെ പഠിച്ചതാ. 1951 അദ്ദേഹം കോന്നിയില്, എൻ്റെ അത് നാട്ടിൻപുറമാണ്. കോന്നിയിൽ കൊന്നപ്പാറ എന്ന് പറയുന്ന സ്ഥലം തികച്ചും കുഗ്രാമമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് എൻ്റെ കൂടെ വന്ന് താമസിച്ചു. ഞങ്ങൾ 4 മണിക്ക് നടക്കാൻ പോയി. കുറേ ദൂരം ചെല്ലുമ്പോൾ അവിടെ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, അത് കാണിക്കാം, വെറുതെ നടക്കുക. അവർ 2 പേരും ചമ്മാച്ചന്മാരാ. പോകുന്ന വഴിക്ക് ചമ്മാച്ചന്മാർ എങ്ങോട്ടാ നാട്ടുഭാഷയിൽ ചോദിക്കുകയോ ചോക്കുന്നത്. നമ്മൾ ചുമ്മാ. അത് കഴിഞ്ഞ് വേറൊരാളും ചോദിച്ചു, അയാളോട് എന്തോ പറഞ്ഞു. ചുമ്മാ. അർത്ഥം പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, നടക്കാൻ ഇറങ്ങിയതാ. 5-6 പേരോടെങ്കിൽ ഈ വാക്ക് തന്നെ ഞാൻ പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഡൽഹിക്കാരന്റെ തലയിൽ ഓളപ്പെട്ട് ഈ വാക്ക ചുമ്മാ, ഏതോ കട്ടിയായ വാക്കാണ്, എന്തോ അതിന് അർത്ഥമുണ്ട് എന്നൊക്കെ വിചാരിച്ച് എന്നോട് ചോദിച്ചു. കാപ്പിടിച്ചോണ്ടിരിക്കുമ്പോൾ what is the meaning of this word ചുമ്മാ? പിടികിട്ടിയില്ല എന്താ ഇവിടെ ചോദിക്കാൻ കാര്യമെന്ന്. പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ പിടികിട്ടി. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച വാക്ക, അതിലേതോ അർത്ഥപൂർണമായ വാക്കാണ്. ഞാൻ മലയാളത്തിൽ അല്പമൊക്കെ എനിക്ക് ഗ്രാഹ്യമുണ്ട്. ക്ലാസ്സൊക്കെ കിട്ടില്ല മലയാളത്തിന്. പക്ഷേ ഈ ചുമ്മാ എന്നുള്ള വാക്കിന് അർത്ഥം കൊടുക്കാൻ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ തലച്ചോറിനോട് പറഞ്ഞു, ചുമ്മാ മീൻസ് ചുമ്മാ. ഇത് ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം, മറ്റൊന്നും കൊണ്ടല്ല. ജീവിതത്തെ കുറിച്ച് ഈ ഒരു വാക്ക് പറയുന്ന, ആ ജീവിതത്തിന്റെ ദർശനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്കാണ്. എങ്ങോട്ട്? എന്ത്? ചുമ്മാ. അതിനപ്പുറമായിരിക്കുന്ന ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന് വേണ്ടി ഈ ഒരു ലക്ഷ്യബോധമില്ലാതെ പോകുന്ന ആളുകളെ പറ്റിയ മരുഭൂമിയിലുള്ള ആ യാത്രക്കാരെ പോലെയാണ്. എങ്ങോട്ട് പോകുന്നെന്ന് അറിയാൻ പാടില്ല. ഇവിടെ വന്നു, ഇവിടെ കുറെ നാൾ കഴിഞ്ഞു, പിന്നെ എന്താ നിശ്ചയമില്ല. There is no definite goal for you. പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് എന്താ? For me to live is Christ. ജീവിക്കുന്ന ക്രിസ്തുവാണ്. ഒരു ഡെഫിനിറ്റ് ഗോൾ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അർത്ഥശൂന്യമാണ്, വലിയ പരാജയമാണ്. മരുഭൂമിയിൽപ്പെട്ട ആളുടെ ഒന്നാമത്തെ കുഴപ്പം അതാണ്. He does know his destiny. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ഉഴലുന്ന അവസ്ഥ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഈ രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, you must set a goal before you. ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. ആ ലക്ഷ്യം ആരാണ്?
looking into Jesus, the pioneer and perfecter of our faith. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവരുമായ looking to him. ആ വഴി മറ്റൊരു മാറി പോകില്ല. He said, I am the way. അവിടുന്ന് പറഞ്ഞതാ, ഞാനാ വഴി. ആ യേശുവിനെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് മരുഭൂമിയിലെ ആദ്യത്തെ കാര്യം പറഞ്ഞത്.